ഞാൻ നിസ്സഹായനാണ്. എനിക്ക് ചെയ്യാനുള്ള പരമാവധി ഞാൻ ചെയ്തു. ഞാൻ ഇനി എന്ത് ചെയ്യും? ഇനി ഈ വേദന സഹിക്കാൻ എനിക്ക് വയ്യ. നിങ്ങളുടെ വേദന ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ എനിക്കിനി ഒന്നും ചെയ്യാനില്ല. എത്ര കാലമായി ഞാൻ കഷ്ടപ്പെടുന്നു. പല വൈദ്യന്മാരുടെ അടുത്തുപോയി കൈവശമുള്ളതെല്ലാം ചെലവഴിച്ചു. എന്നിട്ടും എന്റെ സ്ഥിതി മെച്ചപ്പെടുകയല്ല, കൂടുതൽ മോശമാവുകയാണ് ചെയ്തത്. 12 വർഷമായി ഞാൻ സഹിക്കുന്നു. എന്താണ് അവിടെ? നിങ്ങളെല്ലാരും എങ്ങോട്ടാ പോകുന്നത്? യേശുവിനെ കാണാൻ. അവൻ അവിടെയുണ്ട്, വന്ന് കാണൂ. കുഷ്ഠരോഗിയെയും അന്ധനെയും ബധിരനെയും ഒക്കെ സുഖപ്പെടുത്തിയവനാണ് അവൻ. നസ്രായനായ യേശു, അവനാണ് എന്റെ ഏക പ്രതീക്ഷ. അതെ, സത്യമായും അവനാണ് നമ്മുടെ ഏക പ്രതീക്ഷ. യേശുവിന്റെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോകാമോ? അവന് തൊട്ടാൽ മതി, ഞാൻ സുഖപ്പെടും. എത്ര കാലമായി വേദന സഹിക്കുന്നു. 12 വർഷത്തോളമായി രക്തസ്രാവം കൊണ്ട് കഷ്ടപ്പെടുകയാ ഞാൻ. രക്തസ്രാവമോ? എന്നിട്ടാണോ അവനെ തൊടാൻ പോകുന്നത്? അത് പാടില്ല. സ്ത്രീയെ, നിൽക്കൂ. നീ അവനെ തുടരുത്. അവന്റെ വസ്ത്രത്തിൽ ഒന്ന് സ്പർശിച്ചാൽ മാത്രം മതി, എനിക്ക് സൗഖ്യം കിട്ടും. എനിക്ക് അവനെ തൊടണം. ഞാൻ അവനെ തൊടും. എന്റെ കർത്താവേ, എനിക്ക് വയ്യ, എന്നെ സഹായിക്കണേ. ആരാണ് എന്റെ വസ്ത്രത്തിൽ സ്പർശിച്ചത്? ജനം മുഴുവൻ നിനക്ക് ചുറ്റും തിക്കിക്കൂടുന്നത് കാണുന്നില്ലേ? എന്നിട്ടും ആരാണെന്നെ സ്പർശിച്ചതെന്ന് നീ ചോദിക്കുന്നുവോ? ആരോ എന്നെ സ്പർശിച്ചു. എന്നിൽ നിന്നും ശക്തി നിർഗമിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഞാൻ 12 വർഷമായി രക്തസ്രാവം കൊണ്ട് കഷ്ടപ്പെടുന്നു. വളരെ വേദന നിറഞ്ഞതായിരുന്നു എന്റെ ജീവിതം. അങ്ങയെ തൊട്ടാൽ സുഖപ്പെടുമെന്ന് ഞാൻ വിശ്വസിച്ചു. അങ്ങയെ തൊട്ടു. അങ്ങയെ സുഖപ്പെടുത്തി. മകളെ, ധൈര്യമായിരിക്കുക. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോവുക. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ കർത്താവേ, എന്റെ ദൈവമേ,